നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. RSP ജില്ലാ കമ്മിറ്റി ഓഫീസ് തല്ലി തകർത്തു. RSPയുടെ രാഷ്ട്രീയ നിലപാടിൽ വിറളി പൂണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ജില്ലാ നേതൃത്വം. പാരാ ലീഗൽ അതോറിറ്റി വളണ്ടിയർമാരുടെ പരിശീലന പരിപാടി ആലപ്പുഴയിൽ. ലക്ഷ്യം അതോറിറ്റിയുടെ പ്രവർത്തനം ജനങ്ങളിലെത്തിക്കുന്നതിനായി. നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യാനുള്ളത് 400 കോടി എന്ന് വിതരണം ചെയ്യുമെന്നതിൽ ഉത്തരം കിട്ടാതെ അധികാരികൾ. വാർത്തകൾ വിശദമായി. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിലുണ്ടായിരുന്ന ലെനിന്റെ ശില്പവും കസേരകളും ഓഫീസ് ജനൽ ചില്ലുകളും അക്രമികൾ തല്ലി തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അക്രമമുണ്ടായത്. മതിൽ ചാടി കടന്നെത്തിയ അക്രമികൾ ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് ഓഫീസിനുള്ളിൽ കയറിയത്. RSPയുടെ രാഷ്ട്രീയ നിലപാടിൽ വിറളി പിടിച്ചവരാണ് അക്രമത്തിന് പിന്നിലെന്ന് RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് B രാജശേഖരൻ പറഞ്ഞു. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിൽ സെക്യൂരിറ്റിമാരുണ്ടായിരുന്നിട്ടും ഓഫീസിൽ അക്രമം നടന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അക്രമികൾ ആരെന്ന് വ്യക്തമല്ല. സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാരാ ലീഗൽ അതോറിറ്റി വോളണ്ടിയർമാരുടെ പരിശീലന പരിപാടി ആലപ്പുഴ ജില്ലാ കോടതിയിൽ നടന്നു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ ജഡ്ജി മേരി ജോസഫ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നടപടി അതിന്റെ വാതായനങ്ങൾ തുറക്കുന്ന ഒരവസരമാണിത്. ഇനി 4 ദിവസം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ അത് വിനിയോഗിക്കണം, എങ്ങനെ അത് മഹത്തരമാക്കി തീർക്കണം, എങ്ങനെ അത് ഫലവത്താക്കണം എന്നതിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ഇന്നിവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഇവിടെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അവർ നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുക. നമുക്കറിയാം, മൂല്യച്യുതിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അനീതി, അന്യായം, ഇൻജസ്റ്റിസ്, അല്ലേ? എവിടെ തിരിഞ്ഞു നോക്കിയാലും അത് തന്നെയാണ്. നമ്മൾ പത്രം തുറന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ പ്രഭാതത്തിൽ നമ്മൾ ചായ കപ്പെടുത്തിട്ട് നമ്മൾ പത്രം തുറന്നു നോക്കുകയാണെങ്കിൽ ആ ചായ അഡീഷണൽ ജില്ലാ ജഡ്ജ് ആനി ജോൺ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് PV ലുനുംബ, A ഷാജഹാൻ, A സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിൽ നിന്ന് സപ്ലൈകോ നെല്ല് സംഭരിച്ചിട്ട് 3 മാസം. പണം എന്ന് വിതരണം ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സപ്ലൈകോയ്ക്കോ ഉദ്യോഗസ്ഥർക്കോ സർക്കാർ പ്രതിനിധികൾക്കോ സാധിക്കുന്നില്ല. സംസ്ഥാനത്ത് ആകെ നെല്ല് സംഭരിച്ചതിന്റെ ഇനത്തിൽ വിതരണം ചെയ്യുവാനുള്ളത് 400 കോടി രൂപയാണ്. ഈ തുക എന്ന് കർഷകർക്ക് വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുവാൻ കേരള മുഖ്യമന്ത്രിക്ക് പോലും സാധിക്കുന്നില്ല. സപ്ലൈകോ 2005 നെല്ല് സംഭരണം തുടങ്ങിയപ്പോൾ മുതൽ 2 ആഴ്ചയ്ക്കകം പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നെല്ല് സംഭരണം തുടങ്ങി 10ാമത്തെ വർഷത്തിൽ പോലും ഈ ഉറപ്പ് പാലിക്കുവാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം. നെല്ലു നൽകിയാൽ ഉടൻ കർഷകന്റെ പേരിൽ ചെക്ക് നൽകുന്നതിന് ആവശ്യമായ പണം നെല്ലെടുപ്പിന് മുമ്പ് തന്നെ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകണം. ഈ രീതി നടപ്പാക്കണമെന്ന് കുട്ടനാടിന്റെ പല ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിരുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ നെൽകർഷകർ കടത്തിനുമേൽ കടത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിൽ. കൊടുക്കുവാനുള്ള നെല്ലുവില അനന്തമായ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുവാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും പണം ലഭിച്ചാൽ ജൂലൈ മാസത്തിൽ കർഷകർക്ക് പണം വിതരണം ചെയ്യാനാകുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഫണ്ട് യഥാസമയം ലഭിച്ചാലും കേരള സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ എങ്ങനെ വിതരണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതാണ്. കേരള പോലീസിന്റെ അഭിമാനവും ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനുമായ ജേക്കബ് ജോബിന് IPS ലഭിച്ചു. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യമായ ജേക്കബ് ജോബിന് ചങ്ങനാശ്ശേരി സുഹൃത്ത് സമിതി അനുമോദിച്ചു. അനുമോദന സമ്മേളനം കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഈ സമൂഹത്തിന്റെ സംരക്ഷകരാണ്. നീതിന്യായ വ്യവസ്ഥയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്
നമ്മുടെ സമാധാനപൂർണമായ ജീവിതത്തിന് അതിന്റെ കാവൽക്കാരാണ് പോലീസ് എന്ന വിശ്വാസമാണ് നമ്മയെല്ലാം മുമ്പോട്ട് നയിക്കുന്ന ഒരു ഘടകം. കേരള പോലീസിന് അഭിമാനകരമായ ഒരു പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ചും വളരെ വിവാദമായ പല കേസുകളും തെളിയിക്കാൻ ഉള്ള പ്രാബല്യമുള്ള ഒന്നാണ് കേരളത്തിലെ പോലീസ് സേന. CF തോമസ് MLA അധ്യക്ഷത വഹിച്ചു. മാർ ജോസഫ് പൗവത്തിൽ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് സ്മിത ജയകുമാർ, ഡോക്ടർ ടോമി പടിഞ്ഞാറെ വീട്ടിൽ, KHM ഇസ്മയിൽ, KV ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു. താഫ് ഹോട്ടലിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ സാനിറ്റേഷൻ ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഗണിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജോലിയുടെ വിപുലത മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിനെ നിങ്ങൾ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളും പ്രേരിപ്പിക്കാം. നിയമങ്ങൾ ഉണ്ടാകണം. പൊതുജനാരോഗ്യ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പ്രൈമറി കൺസേൺ ആണ്, പ്രൈമറി ബാധ്യതയാണ്. നിസ്സഹായമായി നോക്കി നിന്നിട്ട് കാര്യമില്ല ഭരണകൂടങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കും, ഇതെല്ലാം നടന്നു പോകും. സാധാരണ നമ്മളെന്താ പറയും, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു പോകില്ലേ? എന്നിട്ടും ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ഇഷ്ടംപോലെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മായം ചേർക്കപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കടകളിൽ പലപ്പോഴും വിൽക്കപ്പെടുന്നു, ഇത് വാങ്ങിക്കപ്പെടുന്നു. എത്ര അവബോധം ഉണ്ടാക്കിയെടുത്തിട്ടും ഇതങ്ങനെ നിലനിന്ന് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് ഗവൺമെന്റും ഉദ്യോഗസ്ഥരും എല്ലാവരും ജാഗ്രതയോടെ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ സത്യത്തിൽ ഭാവിയിൽ നമ്മളെ നോക്കിക്കാണുന്നത് അപകടകരമായ പ്രശ്നങ്ങളായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ബൈജുകുമാർ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ സബിയ BV, VK പ്രേമൻ, K സത്യൻ, പവിത്രേശ്വരൻ, രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതുജനാരോഗ്യ നിയമവും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സംഘടനയുടെ പ്രവർത്തനവും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ അവകാശ സംരക്ഷണവും എന്നീ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. ചമ്പക്കുളം വൈശ്യംഭാഗം മുതൽ ചെമ്പുംപുറം സാംസ്കാരിക നിലയം വരെയുള്ള റോഡ് തകർന്നിട്ട വർഷങ്ങൾ. ജില്ലാ പഞ്ചായത്തിൽ നിന്നും റോഡ് നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 100 കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡാണിത്. റോഡ് നിർമ്മാണത്തിനായി മെറ്റിലും ഗ്രാവലും ഇറക്കിയതിനു ശേഷം ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും തുക അനുവദിപ്പിച്ചതിന് നേതാക്കൾക്ക് അഭിനന്ദനം അറിയിച്ച് റോഡിന് സമീപം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന് ഉയരമില്ലാത്തതിനാൽ റോഡിന്റെ പല ഭാഗവും ഇപ്പോൾ തന്നെ വെള്ളത്തിലാണ്. ഇത് തട്ടാരപ്പള്ളി റോഡാണ്. ഇത് വർഷങ്ങളായി ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. LP സ്കൂൾ, UP സ്കൂള്, VMHS ഇവിടെ പോകേണ്ടത്. ഈ ഇവിടുന്ന് വൈശ്യംഭാഗ നിവാസികൾക്ക് അമ്പലത്തിൽ പോകേണ്ടത്, പള്ളിയിൽ പോകേണ്ടത് ഞങ്ങളെല്ലാം പ്രധാന ഒരാവശ്യമുള്ള റോഡാണ്. പക്ഷെ ഇതാരുടെയും പരിഗണനയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. കുട്ടികൾക്കാണ് ഏറ്റവും വലിയ, സ്കൂളിൽ പോകുന്നവർക്കാണ് ഏറ്റവും വലിയ വിഷമതയായിട്ട് വരുന്നത്. എല്ലാ സ്ഥലത്തും ഫ്ലക്സ് ഉണ്ട്, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു ഭാഗം. വണ്ടാനം മെഡിക്കൽ കോളേജ്, കഞ്ഞിപ്പാടം ഡിസ്പെൻസറി, ചെമ്പുംപുറം ഹെൽത്ത് സെന്റർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുവാനുള്ള റോഡാണ് ഇത്തരത്തിൽ തകർന്നു കിടക്കുന്നത്. ഈ റോഡ് ഗവൺമെന്റ് LP സ്കൂള് മുതൽ പുതുവാത്ര വരെയുള്ള റോഡാണ് ഈ കിടക്കുന്നത്. ഇത് ഗവൺമെന്റ് LP സ്കൂളിലും അംഗനവാടിയിലും BBMലും പഠിക്കുന്ന അനേകം കുട്ടികൾ ഈ റോഡിൽ കൂടാണ് വരുന്നത്. വളരെയധികം ബുദ്ധിമുട്ട്, ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന ഈ റോഡാണിത്. സാധനങ്ങൾ ഇറക്കി ഇട്ടിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നന്നാക്കി തരാനായിട്ട് ഇതിന്റെ അധികാരികളോട് അപേക്ഷിക്കുന്നു. മങ്കൊമ്പ് പാടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെൽ കർഷകരിൽ ഇതുവരെ പണം ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ വഴി കാനറ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിന് കാനറ ബാങ്കിന്റെ പ്രതിനിധികൾ ജൂൺ 16-ന് മങ്കൊമ്പ് പാടി ഓഫീസിൽ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി പാടി ഓഫീസുമായി ബന്ധപ്പെടുക. ഇനിയൊരിടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കർഷകരുടെ നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കിസാൻ ജനത സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂൺ 25 നടക്കുമെന്ന് കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. 1ാം ഘട്ട സമരം എന്ന നിലയിൽ കിസാൻ ജനത ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് പാടി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയിരുന്നു. സമരം കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതായി വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. സപ്ലൈകോ നെല്ലെടുത്തിട്ട് 60 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഏകദേശം 210 കോടി രൂപ കൊടുക്കാറുണ്ട്. സംസ്ഥാനത്ത് മൊത്തം 425 കോടി രൂപയോളം കൊടുക്കാൻ കിടക്കാണ്. കുട്ടനാട്ടിൽ, ആലപ്പുഴ, പത്തനംതിട്ട മൊത്തം നെല്ല് സംഭരണം 13 ലക്ഷം ടണ്ണാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു സമരം 2ാം ഘട്ട സമരമാണ്. ഇതുകൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ 3ാം ഘട്ട സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ 48 മണിക്കൂർ നിരാകരണം കിടക്കാൻ കിസാൻ ജനത സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. കുട്ടനാടിനെ സംബന്ധിച്ചും കുട്ടനാട്ടിൽ കർഷകർക്ക് ഐക്യവും സഹകരണവും ഇല്ലാത്ത കാരണമായി ഇങ്ങനെ കാർഷിക മേഖല പരാജയപ്പെടാനുള്ള മുഖ്യ കാരണം കർഷകന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊടിയുടെ നിറവോ കൊടിയുടെ കളറോ നോക്കാതെ കർഷകർ ഒന്നായി സംഘടിക്കണം. കുട്ടനാട്ടിൽ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചത് ഫെബ്രുവരിയിലായിരുന്നു. ജൂൺ 5 വരെ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നെല്ല് സംഭരണം സപ്ലൈകോ നടത്തിയിരുന്നു. മാർച്ച് 20 വരെ സംഭരിച്ച നെല്ലിന്റെ പണമാണ് ഇതുവരെ സപ്ലൈകോ വിതരണം ചെയ്തിരിക്കുന്നത്. കുട്ടനാട് ഫാർമേഴ്സ് ക്ലബിന്റെയും SPT ചമ്പക്കുളം ശാഖയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചമ്പക്കുളം SPT അങ്കണത്തിൽ വെച്ച് വൃക്ഷത്തൈ വിതരണം ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി കുര്യൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുട്ടനാട് SNDP യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണവും അനുമോദന സമ്മേളനവും നടന്നു. മങ്കൊമ്പ് SNDP യൂണിയൻ മന്ദിര ഹാളിൽ നടന്ന പരിപാടി കുട്ടനാട് SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് SNDP യൂണിയൻ സെക്രട്ടറി MD പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ശാന്തി, JNPR, CK സതീഷ് മുട്ടാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത ശ്രേണിയിലൊക്കെ എത്തുന്നതായിട്ട് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ പ്രാപ്തയാകത്തക്ക രീതിയിൽ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറാകണമെന്ന് പറയുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത വളരെ ചുരുങ്ങിയ വാക്കുകളും തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് അന്തരാർത്ഥങ്ങളുള്ള ഒരു 2 വരി കാരണം ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 1-2 വാക്കുകൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ മഹത്തരമായ വാക്കുകളാണെന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കൽക്കരത്തോ ആഷ്കരത്തോ അഭീകർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വലിയ അന്തരാർത്ഥങ്ങളുള്ള ആ പദപ്രയോഗം. അതായത് നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക. തീർച്ചയായിട്ടും അതിനെ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ പരം നല്ലൊരു പ്രവൃത്തി അല്ലെങ്കിൽ അത് ഈ ഒരു വാക്കുകൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഉന്നത ശ്രേണിയിൽ എത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല.
SSLC +2 ക്ലാസുകളിൽ യൂണിയൻ തലത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഭാഗമായി വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഈ മാസം 16 മുതൽ 26 വരെ കുട്ടനാട് താലൂക്ക് ഓഫീസിൽ നടക്കും. റേസ് കമ്മിറ്റി സീഡ് ചെയ്തിട്ടുള്ള വള്ളങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ എന്ന് കുട്ടനാട് തഹസിൽദാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൃഷ്ണപുരം ഓട്ടോ സ്റ്റാൻഡ് വെള്ളത്തിലായി. റോഡ് നിർമ്മാണത്തിന്റെ അപാകതയും സമീപത്തെ ഓട കെട്ടിയടച്ചതുമാണ് സ്റ്റാൻഡ് വെള്ളത്തിലാവാൻ കാരണമായതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. കൃഷ്ണപുരം പാലത്തിന് സമീപത്ത് റോഡ് ഉയർത്തിയതും മടത്തിലാക്ക റോഡ് നിർമ്മിച്ചപ്പോൾ സമീപത്തെ ഓട കെട്ടിയടച്ചതും സ്റ്റാൻഡിൽ വെള്ളം കെട്ടി നിൽക്കുവാൻ കാരണമായി. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ബസ് യാത്രികർ വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ് നിലവിൽ. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സമീപത്തെ കടകൾ അടച്ചിടേണ്ട അവസ്ഥയാണ്. അതേസമയം റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PWD ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അധികാരികൾക്കും പല പരാതികൾ നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നിലമ്പൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ്. പിന്നെ PWDയുടെ അനാസ്ഥയുണ്ട് ഈ കാര്യത്തിൽ. നിരന്തരം ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് അവർ അത് മാറ്റാനായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അടിയന്തരമായിട്ട് അധികാരികളുടെ ശ്രദ്ധ ഇതിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടികളിലേക്ക് പോകും. തായങ്കരി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വെള്ളിയാഴ്ച വൈകുന്നേരം 5 നടന്ന കൊടിയേറ്റ പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ തൈപ്പറമ്പിൽ നിർവഹിച്ചു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു. ഞായറാഴ്ച പ്രദക്ഷിണത്തോടെ തിരുനാൾ സമാപിക്കും. കാവാലം ഗ്രാമപഞ്ചായത്തിലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള സഹായോപകരണ നിർണയ ക്യാമ്പ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 2 വരെ കാവാലം PHC ഹാളിൽ വെച്ച് നടത്തുന്നു. സഹായോപകരണങ്ങൾ ആവശ്യമുള്ളവർ പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ചരമവാർത്തകൾ. പുളിങ്ങുന്ന കവലേച്ചിറയിൽ KV തോമസ് 84 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 1:30 പുളിങ്ങുന്ന് ഫൊറോന ദേവാലയ സിമിത്തേരിയിൽ. വേഴപ്ര കൈതപ്പറമ്പിൽ ആനിമ 63 വയസ്സ് നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 2:30 വേഴപ്ര സെന്റ് പോൾസ് ദേവാലയ കുടുംബക്കല്ലറയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. RSP ജില്ലാ കമ്മിറ്റി ഓഫീസ് തല്ലിത്തകർത്തു. RSPയുടെ രാഷ്ട്രീയ നിലപാടിൽ വിറളി പൂണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ജില്ലാ നേതൃത്വം. പാരാലീഗൽ അതോറിറ്റി വളണ്ടിയർമാരുടെ പരിശീലന പരിപാടി ആലപ്പുഴയിൽ. ലക്ഷ്യം അതോറിറ്റിയുടെ പ്രവർത്തനം ജനങ്ങളിലെത്തിക്കുന്നതിനായി. നെല്ല് സംഭരിച്ചതിനത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യാനുള്ളത് 400 കോടി എന്ന് വിതരണം ചെയ്യുമെന്നതിൽ ഉത്തരം കിട്ടാതെ അധികാരികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.